ിലേക്ക് സ്വാഗതം. ആടുജീവിതത്തിൻ്റെ ആദ്യ റിപ്പോർട്ടുകൾ എങ്ങനെ എന്നുള്ളൊരു ചോദ്യമാണ്. സിനിമ ഇറങ്ങാൻ 24 മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ എങ്ങനെയാണ് സിനിമയെക്കുറിച്ച് അറിയുന്ന ഒരു ചോദ്യമാണെങ്കിൽ, ഈ സിനിമ ഒട്ടുമിക്ക പ്രമുഖരും അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലുള്ള മികച്ച അല്ലെങ്കിൽ നടന്മാർ, അതേപോലെ തന്നെ ടെക്നീഷ്യൻസ് ഒരുപാട് പേർ ഈ സിനിമ കണ്ടിരിക്കുന്നു. അതിലേറ്റവും ഹൈലൈറ്റായി നമുക്ക് പറയാനുള്ളത് നമ്മളുടെ ഉലകനായകൻ കമലഹാസൻ ഈ സിനിമ കണ്ടിട്ട് പറയുന്ന അഭിപ്രായം തന്നെയാണ്. അതിനകത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ബ്ലെസ്സി എന്ന സംവിധായകനെക്കുറിച്ച്. ബ്ലെസ്സിയുടെ ഈ ഒരു സിനിമ കാണുമ്പോൾ വേറെ ഒന്നും പറയാനില്ല, അമ്മാതിരി ഒരു പടം തന്നെയാണ്. ഇൻ്റർവെൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു തോന്നൽ വരുന്നു എന്നുള്ളതാണ്. അതായത് മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നമ്മൾ ഒരു വ്യക്തി നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്ന ആ റേഞ്ചിലേക്ക് എത്തിക്കുന്നു. ഒപ്പം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇതിനകത്തിൽ പൃഥ്വിരാജിൻ്റെ അഭിനയത്തെക്കുറിച്ച്. പൃഥ്വിരാജ് ഈ റേഞ്ചിലേക്ക് വളർന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങൾ, ഇത്രയൊക്കെ വളർന്നു എന്നുള്ളത്. അതുകൂടാതെ അതിൻ്റെ ക്യാമറാമാനെ കുറിച്ച് തന്നെയാണ് മറ്റൊരു കാര്യം പറയുന്നത്. ഒരു ദൃശ്യവിസ്മയം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്താണേലും ആ ഒരു വാക്കുകളിലേക്ക് നമുക്ക് ചെല്ലുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഈ സിനിമ ഒരു രക്ഷയുമില്ലാത്ത സിനിമ തന്നെയായിരിക്കും. നമുക്കിതിൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ബുക്ക് വായിച്ചിട്ടുള്ള ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചിട്ടുണ്ടെങ്കിൽ കഥ അറിയാം. ഈ സിനിമയുടെ മേക്കിംഗ് ബ്ലെസ്സി 7-8 വർഷമെടുത്താണ് ബ്ലെസ്സി ഈ സിനിമ പൂർത്തീകരിക്കുന്നത്. പൃഥ്വിരാജ് അമ്മാതിരി എഫേർട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ സിനിമയുടെ പ്രിവ്യൂ റിപ്പോർട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് കമലഹാസൻ്റെ വാക്കുകൾ. ഇതിനു മുമ്പ് മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിട്ട് ഗംഭീരമെന്ന് പറഞ്ഞ കമലഹാസൻ ഈ സിനിമയെക്കുറിച്ച് ഇമാതിരി ഒരു അഭിപ്രായം പറയുമ്പോൾ 101% നമുക്ക് ഉറപ്പിക്കാം ഇത് മലയാളത്തിൻ്റെ മറ്റൊരു ഗംഭീര സിനിമയാണ്. എന്തായാലും കമലഹാസൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ഒന്ന് കേൾക്കാം. We work where at the interval you feel like drinking more water. Pruthviraj has come from, especially the shot he bathes. But I never thought he would have gone this far. Very difficult. Filmmakers, we understand. I want our audience also to understand that. എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.